ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്തെന്നാൽ ഒരു 1.5 ഇയറിന് ശേഷം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഞങ്ങളൊരു ചെറിയ രീതിയിൽ ഒരു ട്രിപ്പ് പോവുകയാണ്. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. മീൻവല്ലം വാട്ടർഫാൾസ് വരെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഈ പോകുന്ന വഴിയെല്ലാം ഒത്തിരി സംസാരിച്ചു, ഒരുപാട് തമാശകൾ പറഞ്ഞ് കുറേ സ്റ്റോറിയെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം കുറച്ച് സമയത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഫോണിലൂടെ സംസാരിക്കുമെങ്കിലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒത്തിരി പറയാനായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് കയറുന്ന ടൈമിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ സ്വിമ്മിങ് പൂള്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, അതിനകത്ത് തന്നെ ഒരു കഫ്റ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോറസ്റ്റിനകത്തേക്ക് കയറുക എന്നുള്ളതാണ്. ഞങ്ങൾ എൻട്രി പാസ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് വീഡിയോയിൽ മാത്രമാണ് ഈ സ്വിമ്മിങ് പൂള് കാണിക്കുന്നത്. ഇതിനകത്തേക്ക് ഞങ്ങൾ കയറിയിട്ടേ ഇല്ല. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ടി വരും. കാരണം ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തായാലും അവിടെ പോകണമെന്ന് പറയും. അതിനുശേഷം ഞങ്ങൾ ടിക്കറ്റ് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണിച്ച് അങ്ങനെ ഫോറസ്റ്റിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് വെള്ളം തുറന്നില്ല, ബാക്കിയുള്ള 6 ദിവസവും അവർ വെള്ളം എടുക്കും. കാരണം ഉത്പാദനം അതുകൊണ്ട് ഞായറാഴ്ച ആകുമ്പോൾ ഇവിടെ വെള്ളം തുറന്നില്ല, ഷട്ടർ തുറന്നു മുകളിൽ ഡാമിൽ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ശരിക്കും പെട്ടു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴാണ് മനസ്സിലായത്. ഇദ്ദേഹം പറയുന്നത് സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ വെള്ളച്ചാട്ടമൊന്നും അവിടെ ഇല്ല, ചെറിയ രീതിയിലാണ് മലയിൽ നിന്ന് വെള്ളം വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാനൊക്കെ ഓക്കെ, ബട്ട് വെള്ളച്ചാട്ടം എന്ന സംഭവം അവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഞങ്ങളിങ്ങനെ അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. കാരണം മുമ്പ് ഇങ്ങനെയല്ല കേട്ടോ, ഇവിടെ നല്ല രീതിയിൽ നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവർക്ക് ഉള്ള വെള്ളം അവർ കറണ്ടിനായിട്ട് എടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് നടന്ന് വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് വെള്ളം കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ഒരു ബ്രിഡ്ജ് പോലെ ചെയ്തിരിക്കുക കേട്ടോ. അപ്പം അത് കുറേ പണ്ട് ചെയ്ത കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല പേടിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വെള്ളം ഒഴുകി വരുന്ന ഒരു സ്പേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ചുകൂടി അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതെങ്കിലും കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ. ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചിങ്ങോട്ട് വന്ന് ഒരു ചായയെ കുറിച്ച് ചില്ലായി വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ഇതാ അടുത്ത പ്രശ്നം. എൻ്റെ മോനെ കൂട്ടാതെ ഫ്രണ്ടുമായി കറങ്ങാൻ പോയി എന്നതായിരുന്നു വിഷയം. അങ്ങനെ അവനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവൻ ഹാപ്പിയായി, അവൻ കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അതിനിടയ്ക്ക് എൻ്റെ മാമ ആക്സിഡൻ്റായിട്ട് ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. ആളിങ്ങനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.